ഈ റൊട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ രാവിലെ എല്ലാം ഒന്ന് തുടച്ച് പെറുക്കി പിന്നെ ഒന്ന് വൃത്തിയാക്കി പെറുക്കിയെടുത്തു. ഇനി അടുത്തായിട്ട് ഗ്യാസൊക്കെ ഒന്ന് തൂത്ത് പെറുക്കി ഒന്ന് എടുക്കുവാണ്. പിന്നെ ചായ വെച്ചതിൻ്റെയൊക്കെ കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം ഒന്ന് തൂത്ത് പെറുക്കി എടുക്കുകയും വൃത്തിയാക്കി എടുക്കുവാണ്. ഇനി നമുക്ക് കഞ്ഞി ഇടാനായിട്ട് ഞാൻ ആദ്യമേ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, തീ കത്തിച്ച്. അപ്പം അതിന് നമുക്ക് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അരി ഇടാനായിട്ട് നമുക്ക് നോക്കാം. വേഗം അരി ഇടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്തു കഴുകി. നമ്മുടെ ഈ അരിക്കകത്ത് എന്തുമാത്രം കാടിയല്ലേ, എത്ര രീതിയിലാണ് കാടി കലർന്ന്. ഇത് മൊത്തം നമ്മൾ ശരിക്കും കഴുകി വൃത്തിയാക്കി കഴുകിയില്ലെങ്കിൽ ഇത് മുഴുവൻ നമ്മുടെ വയറ്റിൽ ചെല്ലത്തില്ലേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയായിട്ട് കഴുകി പെറുക്കിയെടുക്കുക. എന്നിട്ട് നമുക്കത് കൊണ്ടുവന്ന് അടുപ്പത്തിടാനായിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ അടുപ്പ് തീ കത്തിക്കുന്നത് ഇവിടെയാണ്, പുറത്താണ് അടുപ്പ് തീ കത്തിക്കുന്നത്. കഞ്ഞിക്ക് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. വേഗം നമുക്ക് അരി അടുപ്പത്തിടാം. നല്ല വെയിലൊക്കെയാണ്, നല്ലോണം അരിയിട്ട് എടുക്കാം നമുക്ക്. നല്ല രീതിയിൽ തീ കത്തിരുന്നുണ്ട്. ചെറിയ ചെറിയ കാറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചാരമൊക്കെ അത്യാവശ്യം ഇങ്ങനെ പറക്കുന്നുണ്ട്. മുറ്റത്തായതുകൊണ്ട് കാറ്റ് വീശുന്നുണ്ട്. ഇത് കുടിക്കാനുള്ള വെള്ളമാണ്. പിന്നെ നമുക്ക് രാവിലെ ഞാൻ കുറച്ച് കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയായിരുന്നു. പിന്നെയും കാട് കയറുക, മഴ ഇങ്ങനെ പെയ്യാത്തത് കൊണ്ടും. ഇതെൻ്റെ കുഞ്ഞു വാവയാണ്. അപ്പോൾ അവിടെ ചെറിയ രീതിയിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്, വലിയ രീതിയിലൊന്നും വൃത്തിയായിട്ടൊന്നുമില്ല. കുഞ്ഞാവയുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും നടക്കുകയൊന്നുമില്ല. പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കയറിയായിരുന്നു. മഴ നല്ലോണം പെയ്യുന്നതുകൊണ്ടേ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റുന്നില്ല പായൽ. അപ്പോൾ കഞ്ഞി തിളയ്ക്കാറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. താങ്ക് യു.